എന്നും ഏകദേശം ഒരേ രീതിയിലുള്ള ഫുഡുകൾ കാര്യങ്ങളൊക്കെ ട്രൈ ചെയ്ത് മടുത്തു. അപ്പോഴാണ് എന്തെങ്കിലും ഒരു വെറൈറ്റി ആയിട്ട് ട്രൈ ചെയ്യണമെന്ന് വിചാരിച്ചത്. അങ്ങനെ മണ്ണാർക്കാടിനുള്ള ഒരു അടിപൊളി ഫുഡ് സ്പോട്ടിൽ പോയി നമ്മൾ ആദ്യം ട്രൈ ചെയ്തത് ഞണ്ടിൻ്റെ റോസ്റ്റാണ് കേട്ടോ. ഞണ്ട് റോസ്റ്റ് ഇങ്ങനെ മുന്നിൽ വന്ന് പെട്ടപ്പോൾ നമ്മളത് ടേസ്റ്റ് ചെയ്തു. നല്ല അടിപൊളി ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. നമ്മൾ വീട്ടിലൊക്കെ ഇടയ്ക്ക് ഉണ്ടാക്കാറുണ്ട്. എന്നാലും ഇത് നമുക്ക് എന്താ പറയുക, പ്രതീക്ഷിക്കാത്ത അപ്പുറമുള്ളൊരു രുചിയുള്ളൊരു സംഭവമായിരുന്നു. പിന്നെ ഞണ്ട് റോസ്റ്റ് വന്നപ്പോൾ നമുക്ക് തോന്നി ഞണ്ട് റോസ്റ്റ് മാത്രം പോരാ, കൂടെ എന്തെങ്കിലും വേണമല്ലോ എന്ന്. അങ്ങനെ നമ്മൾ കുറച്ച് കപ്പയും ഞണ്ട് റോസ്റ്റും ട്രൈ ചെയ്തുകൊണ്ടിരിക്കുക കേട്ടോ. അതിൻ്റെ കൂടെ ഒരു മീൻകറിയൊക്കെ തന്നിരുന്നു. നമ്മളതൊന്നും മൈൻഡ് ചെയ്തില്ല. നമ്മൾ ഇനി എന്നും കൂട്ടി ഒരേ പിടുത്തം പിടിച്ചിട്ടോ. ഇതിൽ നിർത്താമെന്ന് വിചാരിച്ച് ഞങ്ങളുടെ രണ്ടുപേരുടെയും മനസ്സ് മാറിട്ടോ. വീണ്ടും ഞങ്ങൾ ബീഫ് ഫ്രൈയിലെത്തി. നമ്മുടേത് ചില സ്ഥലത്ത് ഇതിന് റോസ്റ്റ് എന്ന് പറയാം, നമ്മുടെ ഈ ചില സ്ഥലങ്ങളിലൊക്കെ ഇതിന് ബീഫ് ഫ്രൈ എന്നാണ് പറയുക. അങ്ങനെ നമ്മൾ ബീഫ് ഫ്രൈ ഇതുപോലെ 2-3 ആംഗിളിൽ നിന്നൊക്കെ പിടിച്ച് അത് രണ്ട് സൈഡിൽ നിന്നും അങ്ങോട്ടും ഇങ്ങോട്ടും വലിച്ച് തീർത്ത ശേഷം നമുക്കൊന്നും കൂടി വിശന്നു. അപ്പോഴാണ് നമ്മൾ കാടയുടെ കാര്യം ഓർമ്മ വന്നിട്ടോ. അങ്ങനെ ഒന്നും നോക്കിയില്ല, വീണ്ടും ഒരു കാട ഓർഡർ ചെയ്തു. അതിങ്ങനെ ഡെക്കറേറ്റ് ചെയ്ത് മുമ്പിൽ വന്നപ്പോൾ തന്നെ വായിലിനെ വെള്ളം വരാൻ തുടങ്ങി. ഒന്നും നോക്കിയില്ല, ഞാനും ഫ്രണ്ട് ഓരോ ലെഗ് എടുത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും വലിച്ച് പൊട്ടിച്ചതിന് ശേഷം ഞങ്ങളത് ടേസ്റ്റ് ചെയ്യാൻ വേണ്ടി നിൽക്കുക കേട്ടോ. നല്ല കടിച്ച് പറിച്ച് നല്ല ക്രിസ്പി ആയിട്ടുണ്ടായിരുന്നു. കടിച്ച് പറിച്ച് കഴിക്കുമ്പോൾ ഒരു ഒടുക്കത്തെ ഫീൽ ആയിരുന്നു. അപ്പോൾ നമ്മുടെ ഈ ഒരു ഫുഡ് സ്പോട്ടിന്റെ ലൊക്കേഷൻ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാണ്ടാവും. നമ്മുടെ മണ്ണാർക്കാട് ആറ്റാശ്ശേരിയുള്ള ഷാപ്പാണ്. അയ്യേ, ഷാപ്പിലൊക്കെ പോയിട്ട് നമുക്ക് ഫാമിലി ആയിട്ട് ഫുഡ് കഴിക്കാൻ പറ്റുമെന്ന് ആലോചിച്ചിരിക്കുകയാണെങ്കിൽ പേടിക്കേണ്ട കേട്ടോ. ഈ എരുവുംപുളി എന്ന് പറയുന്ന ഷാപ്പിന്റെ ഫ്രണ്ട് ഏജിൽ നമുക്ക് ഇതുപോലെ റെസ്റ്റോറൻറ്റ് പോലെയാണ്. നമുക്ക് ബാക്ക് സൈഡിൽ മാത്രമേ ഷാപ്പുള്ളൂ കേട്ടോ. അപ്പോൾ നമുക്ക് ഫാമിലി ആയിട്ടൊക്കെ പോകാം, ഒരു കുഴപ്പമില്ല. അപ്പോൾ എന്തായാലും പോയിട്ട് ട്രൈ ചെയ്തിരുന്നു കമൻറ്റ് ചെയ്യാം കേട്ടോ.